എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറയിലുള്ള നഴ്സിംഗ് കോളേജിൽ തിരുവനന്തപുരം സ്വദേശിനിയായ അമ്മു സജീവൻ എന്ന 22-കാരി ആത്മഹത്യ ചെയ്തു. അതിനോടനുബന്ധിച്ച് തൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന 3 സഹപാഠികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇന്ന് 14 ദിവസത്തേക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഞ്ജന മനു, അക്ഷിത, അലീന ദിലീപ് എന്നീ 3 പെൺകുട്ടികളെയാണ് ഇങ്ങനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളാണ്. ഇതിനു മുന്നേ വേറെ കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ മാതാപിതാക്കൾക്കും ഇതുപോലെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഒരു വലിയ മെസ്സേജാണ് ഈ ഒരു അറസ്റ്റോട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പഠിക്കാൻ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതായത് പത്തനംതിട്ടയിലെ പോലീസുകാർ വെറുതെ അങ്ങ് ഇങ്ങനൊരു കുറ്റം ഈ 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളുടെ മുകളിൽ ചുമത്തത്തില്ല. പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ഏകദേശം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കോടതിയിൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വ്യക്തവും ശക്തവുമായിട്ടുള്ള തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ടായതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇതുപോലെ വിദ്യാലയങ്ങളിലൊക്കെ ഇതുപോലെ ഒരുപാട് കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കേരളത്തിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അതുപോലെ വെളിയിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, മലയാളി പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ. അപ്പോൾ ആ സമയങ്ങളിലൊന്നും എടുക്കാത്ത ഒരു ആക്ഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ തെളിവുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പല സമയങ്ങളിലും ഈ വിദ്യാർത്ഥികൾ ഈ പെൺകുട്ടിയെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ പരാതി ഈ പെൺകുട്ടിയുടെ, അതായത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പിതാവ് ഈ കോളേജിനെ അറിയിച്ചിരുന്നു. അത് രേഖാമൂലം അറിയിച്ചിരുന്നു. ഒരു പ്രാവശ്യം പ്രിൻസിപ്പാളിന്റെ വാട്സപ്പിൽ അറിയിച്ചു, ഇമെയിലിലും അറിയിച്ചു. അപ്പോൾ ഈ ഒരു പരാതിയുടെ മേളില് ഇവർക്കെതിരെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി വഴി അന്വേഷണം നടത്തി ഈ 3 വിദ്യാർത്ഥികൾക്ക് മെമ്മോ കൊടുക്കുകയും ഈ മെമ്മോയ്ക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ പെൺകുട്ടികൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ആവർത്തിക്കത്തില്ല എന്ന് എഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇവരുടെ കോഴ്സ് തീരുവാൻ വേണ്ടി 1 മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെ ഒരു കാരണവശാലും ഇനി അമ്മുവിന്റെ നേരെ തിരിയത്തില്ല, ആ പെൺകുട്ടിക്ക് ഒരു ശല്യം ഉണ്ടാക്കത്തില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ഇവർ ഒരു എക്സ്പ്ലനേഷൻ എഴുതി, ഈ മെമ്മോയ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ എഴുതി ഈ പ്രിൻസിപ്പാളിന് കൊടുത്തു. ഇതൊക്കെ പോലീസുകാർ വളരെ വ്യക്തമായ തെളിവായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പെൺകുട്ടികളും അതുപോലെ തന്നെ ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഇവര് ഒരുമിച്ച് തോളെ കൈയിട്ടുകൊണ്ട് നടന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇവർ പരസ്പരം എല്ലാവരുടെയും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ തമ്മിൽ തെറ്റുകയും വഴക്കുണ്ടാകുകയും ഇങ്ങനെ മാനസികമായിട്ട് ഈ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയൊക്കെ ചെയ്തത്. അത് ചെറിയ കാര്യങ്ങൾക്കുള്ള വിരോധം കൊണ്ടാണ്. ചെറിയൊരു ടൂറിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ചെറിയ ഒരു പണപ്പിരിവുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയുള്ള ഒരു ലോഗ് ബുക്ക് കളഞ്ഞു പോയതിനെ സംബന്ധിച്ചും ഒക്കെ ഈ പെൺകുട്ടിയെ കള്ളിയാക്കുന്ന ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനമൊക്കെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഈ സമയത്തൊക്കെ കൃത്യമായ രീതിയിൽ ഈ പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ പെൺകുട്ടികൾ ഇങ്ങനെ കുരുങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. വീട്ടുകാരെ ഈ വിവരങ്ങളൊക്കെ കൃത്യമായി അറിയിക്കുകയും അവർ കൃത്യമായ രീതിയിൽ ഇത് കോളേജിനെ അറിയിക്കുകയും ചെയ്തു. കൃത്യമായ രീതിയിൽ പരാതി മുഖാന്തരമാണ് കോളേജിനെ അറിയിച്ചത്. അതുകൊണ്ടാണ് ഇതൊക്കെ തെളിവായി മാറുകയും ഈ പെൺകുട്ടികൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുവാനുള്ള ഒരു കാരണമായി തീരുകയും ചെയ്തത്. പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും അതുപോലെ വിദ്യാർത്ഥികളെ പഠിക്കാൻ അയക്കുന്ന മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം നിസ്സാര കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിങ്ങനെ ഒരു ആത്മഹത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെ ചുമത്തി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇടപെടണം. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിവിധ സാഹചര്യങ്ങളിൽ നിന്നും പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ്. അവർക്കൊക്കെ പല പല സ്വഭാവങ്ങളുള്ളതാണ്. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സൗഹൃദങ്ങൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിക്കണം, എന്നിട്ട് തിരിച്ചു വരണം. സൗഹൃദങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. അല്ല ഇതുപോലത്തുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പെടുന്നതോടുകൂടി അവരുടെ ഭാവി അവസാനിക്കും. ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. ഇപ്പോൾ ഏകദേശം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റിമാൻഡിന്റെ കാലാവധി കഴിയുമ്പോൾ ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണം. കേസൊക്കെ ഒരുപാട് കാലം നീണ്ടുപോകും. അപ്പോൾ ഈ പെൺകുട്ടികൾ ഫൈനൽ ഇയർ ആണ്, പരീക്ഷ എഴുതേണ്ടതുണ്ട്. അപ്പോൾ കോളേജ് ഇനി ഡിസ്മിസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. അങ്ങനെ കോളേജ് ഡിസ്മിസ് ചെയ്തില്ല എങ്കിൽ ഇവർക്ക് പരീക്ഷ എഴുതാൻ പാസ്സാവാം. പക്ഷേ പാസ്സായി ഇങ്ങനെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ നഴ്സുമാരുടെ സ്വപ്നം വിദേശത്തേക്കൊക്കെ പോകണമെന്നാണ്.
അപ്പോൾ വിദേശത്തൊന്നും പോകാൻ പറ്റത്തില്ല, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഈ കേസ് അവസാനിക്കാതെ ഒന്നുമേ കാര്യവും നടക്കത്തില്ല. വെളിയിലിട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ഒരു ഭാവി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ കേസിന്റെ പിന്നാലെ നടക്കേണ്ടുന്ന ഒരു അവസ്ഥ വരും. പിന്നീട് ശിക്ഷിക്കപ്പെട്ടാൽ 10 കൊല്ലം അകത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 22 വയസ്സായ പെൺകുട്ടികളാണ്. ഈ കേസുമായിട്ടൊക്കെ പോയി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ 10-35 വയസ്സാവും വെളിയിലിറങ്ങണമെങ്കിൽ. അങ്ങനെ വലിയ വളരെ മോശം അവസ്ഥയിലേക്ക് അവരുടെ ഭാവി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാവരും പെരുമാറാൻ. പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വിദ്യാർത്ഥികളോട്, ഇതുപോലെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഒഫൻസാണ്, വലിയ കുറ്റങ്ങളാണ്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങളിലൊന്നും അവർ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ അവരെ ആ രീതിയിലേക്ക് അവരെ ഉപദേശിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കളെ ഒന്നും എത്തിക്കാതിരിക്കുവാൻ വേണ്ടി ആ രീതിയിൽ അവരെ മോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇത്തരത്തിൽ ഈ പെൺകുട്ടികൾക്കെതിരെ ഒരു ആക്ഷൻ എടുത്തതിനെ ഞാൻ പത്തനംതിട്ട പോലീസിനെ അഭിനന്ദിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ആക്ഷൻ എടുക്കണം, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ഇങ്ങനെ മാതൃകാപരമായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് ശിക്ഷ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് മാതൃകയാക്കാവുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലൊക്കെ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ അവർക്ക് പഠിക്കുവാൻ സാധിക്കും. അല്ലാതെ ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, അത് എങ്ങനെയൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്നു, ആരും ശിക്ഷിക്കാതൊക്കെ പോയി കഴിഞ്ഞാൽ നാളെ കാലത്ത് വീണ്ടും ഇങ്ങനത്തുള്ള കുറ്റകൃത്യങ്ങൾ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് അറിയാതെ പോവുകയും ഇതൊക്കെ അവരുടെ വീട്ടുകാർ, അതായത് അമ്മുവിന്റെ വീട്ടുകാർ കൃത്യമായി പരാതി കൊടുത്തോണ്ടാ. ഈ പരാതികളൊന്നും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇവരെ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകും. ഇവരൊക്കെ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു സംഭവം എല്ലാവരും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഊരി വരാൻ സാധിക്കത്തില്ല. നിസാര വഴക്കുകളാണ്, നിസാരമായിട്ടുള്ള ചില മത്സരങ്ങളാണ്. ഇതിലൊന്നും ഏർപ്പെടാതെ അവരവരുടെ കാര്യം നോക്കി പഠിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായി ഇരിക്കാം, നല്ല ഭാവി ഉണ്ടാക്കാം. അല്ലാത്ത പക്ഷം ഭാവി ഇരുളടഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവും